നല്ലൊരു സെൻറ്ററിൽ പോയി ചെയ്യുക ബന്ധപ്പെട്ട രോഗം നമ്മൾ നേരത്തെ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് പേർക്ക് ബ്രസ്റ്റ് ക്യാൻസർ ബന്ധപ്പെട്ടതുണ്ട്. ഒരുപാട് ഇങ്ങനെ എന്താ പറയുക എക്സ്പീരിയൻസ് വന്നിട്ട് മലമലയിലൂടെ ഈ രോഗലക്ഷണങ്ങളുടെ രോഗങ്ങളിലൂടെ തിരിച്ചു പോയി മലമലയോട് പലതുള്ള സെക്കൻഡ് സ്പ്രെഡ്സ് ഒക്കെ വന്നിട്ട് ഒരുപാട് പേർക്ക് ഗർഭം വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു അവയർനെസ് ക്യാമ്പയിനാണ്. അപ്പോൾ എന്താ പറയുക നമ്മളൊപ്പം തന്നെ വേറെ ഒരു വലിയൊരു ഓർഗനൈസേഷനായിട്ട് നമ്മൾ IRI നടന്നത് അവയർനെസ് ക്യാമ്പയിനാണ്. എല്ലാ അവയർനെസ് ആയിട്ട് കേരളമാണ് അതോടനുബന്ധപ്പെട്ടുള്ള സ്ത്രീ അംഗങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ നോക്കുന്നത്. പിന്നെ മെഡിക്കൽ ഈ ആവശ്യങ്ങളോടനുബന്ധപ്പെട്ട് മറ്റ് പുരുഷന്മാർക്കെല്ലാം ബേസിക്കായിട്ടുള്ള കുറച്ച് ബ്ലഡ് ടെസ്റ്റ് കൂടി ചെയ്യുന്നു. മെഡിക്കൽ ഹോസ്പിറ്റൽ നടത്താൻ പലരും പറഞ്ഞിരുന്നു. അതൊരു അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് ഒരുമിച്ച് കൂട്ടരുകളോട് ചെയ്യുന്നു. അത്ര ചേട്ടൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതാണ് പൂർണ്ണമായിട്ടും ജോബ് കിട്ടായിരുന്നു. അല്ല പൂർണ്ണ ജോബ് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും 2 ഒരു കാര്യം നമുക്ക് നടക്കുന്നില്ല. കുറേ നാൾ ചെയ്തിട്ട് 10 ദിവസം വർക്ക് ചെയ്യുന്നു. ഇല്ല ഭയങ്കര താല്പര്യമില്ല. മാമോഗ്രാമുണ്ട്, ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ഡോക്ടർ കൂടുതലായിട്ട് പറയും. അല്ല ഇത് മന്ത്ലി ആണോ അതോ ഒരു ക്യാമ്പയിനാണ്? ഒരു 2 ആഴ്ച ക്യാമ്പയിൻ, 1 മാസത്തെ ക്യാമ്പയിനാണ്. 1 മാസത്തെ ക്യാമ്പയിനാണ്. നമ്മൾ അമ്മയും മെഡിക്കൽ ട്രസ്റ്റോടെ ചേർന്നാണ് എറണാകുളം ചെയ്യുന്നത്. അല്ലാതെ ക്രിസ്റ്റി ഫൗണ്ടേഷൻ പോലെ കേരള ഉണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് ലേഡീസിനും ഉണ്ട്, ജെൻസിനും ഉണ്ട്. അപ്പോൾ അമ്മയും മെമ്പേഴ്സായിട്ടുള്ള ആൾക്കാരുടെ ലേഡി ആണെങ്കിൽ ഹസ്ബൻഡിനുണ്ട്, ഒരു മെന്നാണെങ്കിൽ വൈഫിനുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു കാലത്തിൻ്റെ മാറ്റത്തിൽ ഒത്തിരി പേര് ഈ ഒരു രോഗവുമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അവരൊരു ഇതൊരു നമ്മൾ എപ്പോഴും വിഷമത്തോടെയാണ് ക്യാൻസറിനെ സമീപിക്കുന്നത്. അതെല്ലാം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആ ഒരു അവയർനെസ് നേരത്തെ എടുക്കുമ്പോൾ നമ്മൾ അതിനെ അഭിമുഖീകരിക്കേണ്ടത് എങ്ങനെയാണ്, അതിനുള്ള മുൻകരുതലുകളാണ് പറഞ്ഞത്. ഇങ്ങനെ ഡോക്ടേഴ്സ് നമ്മൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്